ബാങ്കിലുള്ള പൈസയൊക്കെ എല്ലാവരും എടുത്ത് കയ്യിൽ വെച്ചോ, ഇന്ത്യയിൽ ലോക്ക്ഡൗൺ വരാൻ പോണ് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇങ്ങനെ കുറേ വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ട്, ബാങ്കിലുള്ള പൈസ എടുത്ത് കയ്യിൽ വെച്ചോ, സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആക്ച്വലി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താ പറഞ്ഞെന്നറിയോ പാർലമെന്റിൽ? കോവിഡ് ലൈക്ക് സിറ്റുവേഷൻ, ഇപ്പൊ ഉണ്ടാവുന്ന ഈ എനർജി ക്രൈസിസിനെ കോവിഡുമായി റിലേറ്റ് ചെയ്തു, ഒരു ക്രൈസിസ് ആണ് എന്നുള്ള രീതിയിൽ കുറെ റൂമേഴ്സ് സ്പ്രെഡ് ആവുന്നുണ്ട്. ബട്ട് ആക്ച്വലി പറഞ്ഞത് കോവിഡിനെ റെഫറൻസ് ചെയ്തിട്ടുള്ള കോവിഡ് ലൈക്ക് സിറ്റുവേഷൻ. സോ ലോക്ക്ഡൗൺ ഒന്നും വരാൻ പോകുന്നില്ല. ശരിയാണ്, ഇന്ത്യയിൽ LPG ക്രൈസിസ് പോയിക്കൊണ്ടിരിക്കേണ്ടത്. പെട്രോൾ, ഡീസൽ, ഓയിൽ ഇതിലൊന്നും ഒരു ക്രൈസിസും തൽക്കാലം ഇന്ത്യക്ക് ഇല്ല. ഇന്ത്യ ഒരു എനർജി ക്രൈസിസ് സിറ്റുവേഷനിലല്ല. പക്ഷെ ആക്ച്വലി എനർജി ക്രൈസിസ് സിറ്റുവേഷനിലുള്ള ഒരു രാജ്യം ഫിലിപ്പൈൻസ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു അവർ എനർജി ക്രൈസിസിലാണ്. അതുപോലെ തന്നെ അടുത്ത കൺട്രി ശ്രീലങ്ക എവ്രി വെനസ്ഡേ പബ്ലിക് ഹോളിഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തു, ഈ ഒരു മിഡിൽ ഈസ്റ്റ് വാർ കാരണം ഉണ്ടായ എനർജി ക്രൈസിസ് കാരണം. പിന്നെ ഇന്നലെ ഇന്ത്യയിൽ ആൾ പാർട്ടി മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. ലൈക്ക് റൂളിംഗ് പാർട്ടി, ഓപ്പോസിഷൻ പാർട്ടി എല്ലാവരും ചേർന്നുള്ള ഒരു മീറ്റിംഗിൽ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് ഈ എനർജി മാനേജ്മെന്റിനെ കുറിച്ചായിരുന്നു. തൽക്കാലം ഇന്ത്യയിലെ എനർജി ക്രൈസിസ് ഒന്നും ഇല്ല. ലോക്ക്ഡൌണിനെ കുറിച്ച് ഒരു ഒഫീഷ്യൽ ന്യൂസും വന്നിട്ടില്ല. അതുകൊണ്ട് ആരും പാനിക് ആവണ്ട. നിങ്ങളുടെ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യും. ഫോർ മോർ അപ്ഡേറ്റ്സ്.